വെൽക്കം ടു DT സ്റ്റോറീസ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ആദ്യമായിട്ട് ലണ്ടൻ കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സനീഷിനെ അറിയാമായിരിക്കുമല്ലോ. സനീഷിൻ്റെ വീട്ടിലാണ്. ലണ്ടനിൽ വന്നിട്ട് ഞങ്ങൾ സനീഷിൻ്റെ വീട്ടിലാണ് സനീഷിൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങുക പരിപാടി. ലണ്ടൻ ഇറങ്ങുക അല്ലേ? രാവിലെ നല്ല മഴയാണ്, മഴയും കാറ്റും. ഉച്ച കഴിഞ്ഞും മഴ മാറുമെന്നാണ് പറയുന്നത്. വന്ന സമയം നമ്മൾ ശക്കല മോശമായിരുന്നോ സംശയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ലണ്ടൻ യാത്ര, ലണ്ടൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യത്തെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ വെതർ ഭയങ്കര മഴയും ഭയങ്കര കാറ്റുമാണ് ഇവിടെ. എന്നാലും ഞങ്ങൾ കുഴപ്പമില്ല, രാവിലെ ഇറങ്ങി. എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതായതുകൊണ്ട് എന്തായാലും പോയേ പറ്റത്തുള്ളൂ. ഇറങ്ങി ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോവാണ്. പിന്നെ ഇവിടുത്തെ ട്രെയിനിനാണ് പോകുന്നത്. ഷാനും നിഹാനും ദിജോട്ടിനും ഇവിടെ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ കയറുന്നത്. അപ്പം നമുക്കിനി അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. ഞങ്ങൾ 2 ദിവസം കൊണ്ടാണ് ലണ്ടൻ കറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആകെപ്പാടെ 2 ദിവസമേ ഉള്ളൂ. ഈ 2 ദിവസം കൊണ്ട് സത്യം പറഞ്ഞാൽ ലണ്ടൻ കറങ്ങി തീരില്ല. അപ്പം ഉള്ള 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഏതായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജും പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് മാർക്കറ്റുണ്ട് അവിടെ, പിന്നെ ഈ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്, അവിടെയാണ് നമ്മുടെ ക്രിസ്മസ് ലൈറ്റൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മുടെ കേരള ഫുഡ് കിട്ടുന്ന സ്ഥലം ഈസ്റ്റ് ഹാമിലുണ്ടെന്നാണ് പറഞ്ഞത്. ഈസ്റ്റ് ഹാമിൽ കേരള ഹോട്ടൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് നാളെയാണ് നമ്മൾ ബാക്കി ഇൻഡോറൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ വാക്സ് മ്യൂസിയം, പിന്നെ ഇവിടെ അക്വേറിയം, ലണ്ടൻ ഐ, ഇതൊക്കെയാണ് ഞങ്ങൾ പിന്നെ നാളെ കാണാൻ ഉദ്ദേശിക്കുന്നത്. നല്ല മഴയുണ്ട്, മഴയത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ് സനീഷിന്റെ കൂടെ താമസിക്കുന്നവര്. ഹിരൺ, ഉനൈസ്. അതെ, അവിടെ മഞ്ഞിട്ട് ഉറഞ്ഞു നിൽപ്പുണ്ട്. സനീഷേ വാ. സനീഷാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ്. നമ്മളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിന് മേലെ നമ്മൾ നിൽക്കുന്നുള്ളൂ. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ആ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ്. നമ്മളിപ്പോൾ ഇവിടെ ബോറോ മാർക്കറ്റാണ്. ഇവിടെ ഫുഡാണ് ഫുള്ള് ഫുഡ്.
നല്ല തിരക്കാണ്, വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. ഇതിൻ്റെ പേരെന്നാ സനീഷ? ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണ്. സ്ട്രോബെറിക്കകത്ത് ചോക്ലേറ്റ് മുക്കിക്കുന്ന സാധനം. സോറി. ഇവിടുത്തെ ഒരു ഫേമസ് സാധനം ഞങ്ങൾ കഴിക്കുവാണ്. ഇതിൻ്റെ പേരെന്നാ സനീഷ്? സനീഷ് സ്ഥിരമായിട്ട് കഴിക്കുന്ന പറഞ്ഞു ഇവിടെ. നല്ല തിരക്കാണ്, നല്ല തിരക്കൊക്കെ നല്ല തിരക്കാണ്. ഇതാണ് ഞങ്ങൾ ലണ്ടനിലെ ബോറോ മാർക്കറ്റ്. ഫേമസ് ബോറോ മാർക്കറ്റ്. ഇവിടെ ഫുഡ് ഐറ്റമാണ് ഫുള്ള്. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇതാണ് ഇവിടുത്തെ ടാക്സി. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് വരുന്നത് നമ്മുടെ ഈ കാണുന്ന ടാക്സിയും പിന്നെ ഈ കാണുന്ന ബസ്സുമാണ്. അതെ, ലണ്ടൻ ബ്രിഡ്ജിനോട് ചേർന്ന് തന്നെ നമ്മൾ താഴെ തേംസ് നദിയുടെ കാണുന്നതാണ് സ്കൈ ഗാർഡൻ. സ്കൈ ഗാർഡൻ ഏറ്റവും ടോപ്പിൽ കണ്ടില്ലേ? അവിടെ ഗാർഡൻ, അവിടെ ഡാൻസും എല്ലാം ഉണ്ട് നൈറ്റിൽ. നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റും. ഓക്കെ, ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്.
ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ടോയ് ഷോപ്പാണ് ഇത്. ഏകദേശം ഒരു 5 ഫ്ലോറോളം ടോയ്സ് ആണ് ഇവിടെ. ഇത് ആരുടെയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇത് നമ്മുടെ റിലയൻസ് കമ്പനിയുടെയാണിത്. അതായത് അംബാനിയുടെ ഷോപ്പാണിത്. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ തിരക്കാണ്. ഇതിരിക്കുന്നത് നമ്മുടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്, അതായത് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലാണ് ഇതിരിക്കുന്നത്. നമ്മുടെ ലൈറ്റ് നമ്മുടെ ക്രിസ്മസ് ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്ത്. ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ആളുകൾ ഒഴുകുവാണ്. തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അൺകൺട്രോൾ തിരക്കിലാണ് നമ്മൾ. So, we turn it on, just like so, nice and easy. Now, to fly it, I press the button, that is the takeoff, and it will stay in here by itself. If you want to go higher, we push it up. If you want to go lower, we bring it down. Even if it hits anything or anyone, it will automatically adjust. You can fly inside, outside, just like a real jet. This is the #1 toy. Now, to do flips and tricks, one button direction, you crash, you smash, it will just bounce around. That's why these ones are only for inside and outside out, just like so. We turn it up, and there we go. Now with these ones, if you're flying this, you crash into a TV, to a mirror, it will just be bouncing. And the battery is USB rechargeable. You just plug it back in, just like so. Nice and easy, let's turn it back on. There we go. And then back in the air. Do you remember how we go up in the air? What button do we press? Excellent. 1, 2, 3, up it goes. And it will stay. Now my favorite, the flip. Ready? I press button direction. It is a flip. Now stay right there, ready. Here it comes, baby. And it will bounce on. One more time, baby. And it will just bounce on. In the summer, a little bit of air conditioning. There we go. Just like that. Oh, I'm going to catch my head there. Yeah. ഇത് നമ്മളെ ഓക്സ്ഫോർഡ് സർക്കസ്, നമ്മുടെ ക്രിസ്മസ് ലൈറ്റ്. ഏത് കോപ്പി? നമ്മുടെ ഡൽഹിയിലുള്ള പോലെ തന്നെ ഇവിടെയുണ്ട് റിക്ഷ. UK എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റിക്ഷ എല്ലായിടത്തും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ റിക്ഷ കേട്ടെ, നല്ല അടിപൊളി റിക്ഷ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലണ്ടനിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സർക്കസ് ആണ്, പിക്കാഡിലി സർക്കസ്. നമ്മളിപ്പോൾ അതിൻ്റെ സെൻറ്റർ, അതായത് ലണ്ടനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം, ഹാർട്ട് ഓഫ് ലണ്ടൻ. നമ്മുടെ ലണ്ടനിലെ നമ്മൾ മനോഹരമായ കാഴ്ച നമ്മൾ ഒപ്പിയെടുക്കുവാണ്. നമ്മളിഞ്ഞ് പോകുന്നത് ചൈന ടൗണിലേക്കാണ്. ചൈന ടൗൺ, ഇതാണ് ചൈന ടൗൺ. ഏത്? ഓക്കെ, ഞങ്ങളങ്ങനെ ചൈന ടൗണിലെത്തി.
ഇതാണ് ചൈന ടൗൺ. അവിടെ ചൈന ഫുഡ് ഒക്കെ ഇവിടെ കിട്ടും. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് സൂചി കുത്തുന്ന സ്ഥലമില്ല ഇതിനകത്ത്. അതുപോലെ തിരക്കാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പുറകിൽ നിന്ന് തള്ളി 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 നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈനീസ് ചീസ് കേക്കോ, അതാണ് അതിൻ്റെ പേര്. സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ലതാണോ? ആ പറച്ചിനകത്ത് നല്ല തോന്നുന്നില്ലല്ലോ. അതിന് വേറെ എന്തോ ടേസ്റ്റ്. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ നല്ല കേരള ഫുഡുണ്ട്. ഞങ്ങൾ ഈസ്റ്റ് ഹാമിലാണ് ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഫുഡ്സ് ഉള്ള സ്ഥലം. നമ്മൾ ഈസ്റ്റ് ഹാമിലാണ് നമ്മൾ വന്നത്. എല്ലാവരും കേരള ഫുഡ് കഴിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. പാലക്കപ്പം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം.